ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താൻ അറിയപ്പെട്ടിരുന്നത് 3 പേരുകളിൽ. കർണാടകയിൽ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു. മനീഷ്, ലബോറട്ടറിയുടെ വീര്യം കൂടി ഹൈബ്രിഡ് കഞ്ചാവിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരിയെ തസ്ലീമയ്ക്ക് എന്തൊക്കെ പേരുകളാണ്, എന്തൊക്കെ മേൽവിലാസങ്ങളാണ്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, എറണാകുളത്ത് നിന്നാണ് ഇവർ വാഹനം വാടകയ്ക്കെടുത്തത്. പക്ഷേ വാഹനം വാടകയ്ക്കെടുത്തത് മറ്റൊരു സ്ത്രീയാണെന്ന സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ എക്സൈസിനുണ്ടായിരുന്നത്. ഇത് തസ്ലീമ സുൽത്താനെ അല്ല, മറ്റൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ 6 കിലോ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നു എന്നാൽ ഇവരുടെ മൊബൈൽ ഫോണിലെ ചാറ്റ് വിശദാംശങ്ങളിൽ നിന്നും മറ്റ് 3 കിലോ ഈ വാടകയ്ക്ക് കാർ എടുത്തു നൽകിയ സ്ത്രീ ആയിരിക്കും, അവരുടെ പക്കൽ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിന് വ്യക്തമായത് ഈ മഹിമ മധു, അതായത് തസ്ലീമ സുൽത്താനിന്റെ മറ്റൊരു പേരാണ്. ഈ പേര് മഹിമ മധു എന്ന പേരിലാണ് എറണാകുളത്ത് നിന്ന് ഇവർ ഈ വാഹനം വാടകയ്ക്കെടുത്തത്. കർണാടകയിൽ ഇവർ അറിയപ്പെടുന്നത് മഹിമ മധു എന്ന പേരിലാണ്. പക്ഷേ ചെന്നൈയിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിൽ ഇവർ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നാണ്. ഇവരുടെ മുൻകാലങ്ങളിലെ പേരാണ് ഈ തസ്ലീമ സുൽത്താൻ എന്നത്. നേരത്തെ 3 വർഷങ്ങൾക്ക് മുൻപ് ലഹരി നൽകി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിനെ ഏൽപ്പിച്ച സംഭവത്തിൽ ഇവർ പോക്സോ കേസ് പ്രകാരം ശിക്ഷ അനുഭവിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവർ പേര് മാറ്റി ക്രിസ്റ്റീന എന്ന രീതിയിൽ ഈ ലഹരി മാഫിയ സംഘങ്ങളിൽ, കൊട്ടേഷൻ സംഘങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ മൂന്നാമതൊരു പേര് കൂടി ഇവർക്കുണ്ട്. കർണാടക ബേസ് ചെയ്ത്, ബാംഗ്ലൂർ ബേസ് ചെയ്താണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് ഈ 6 കിലോ വരുന്നത്, അതായത് ഏകദേശം 4 കോടിയോളം രൂപ, നിലവിൽ പിടിച്ചിട്ടുള്ള 3 കിലോയ്ക്ക് 2 കോടി വില വരും. ഈ 6 കോടി രൂപ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നതെന്നുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇവർക്ക് വ്യാജ ID കാർഡും ആധാർ കാർഡും പാൻ കാർഡും അടക്കമുള്ളതും നിലവിൽ എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സുഹൈൽ, ശരി, പേരും വിലാസവും വെവ്വേറെയാണെങ്കിലും തൊഴിലൊന്നാണ്, ലഹരിക്കടത്താണ്. തസ്ലീമ കണ്ണൂരും ചെന്നൈയിലും തസ്ലീമയാകുന്നു, ബംഗളൂരിലും കർണാടകയിലും എത്തുമ്പോൾ മഹിമയാകുന്നു. അങ്ങനെ പേരുകളേറെ സിനിമാ ലോകത്ത് ക്രിസ്റ്റീനയാകുന്നു.